ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഫാക്ടോറിയൽ എത്രയാണെന്ന് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഫാക്ടോറിയൽ കണ്ടെത്താനുള്ള പ്രോഗ്രാമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാക്ടോറിയൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ 5 ആണ് കൊടുക്കുന്നതെങ്കിൽ 5ൻ്റെ ഫാക്ടോറിയൽ 120 എന്ന ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ 120 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും, അതിനുള്ള പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഈ 120 എങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക് അറിയാം എന്ന് തന്നെ എൻ്റെ വിശ്വാസം. 5 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5 അതാണ് 120 എന്ന് പറയുന്നത്. അപ്പം ഈ ഇങ്ങനത്തെ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും, അതിൻ്റെ ഫാക്ടോറിയൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരണം. അതിനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് ഇത്. ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാനാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. അതുകൊണ്ട് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം എഴുതുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തായിരുന്നു. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. ഇവിടെ നമ്മൾ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ ഫാക്ടോറിയൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത ഈ നമ്പേഴ്സ് തമ്മിലുള്ള പ്രോഡക്റ്റാണ് നമ്മൾ കണ്ടെത്തുന്നത്. സമ്മായിരുന്നെങ്കിൽ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പം ഇപ്പോൾ 5 എന്ന നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ 1 to 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാം ഉപയോഗിച്ച് കണ്ടെത്തിയത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ച സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പ്രോഗ്രാം എന്ന് പറയാം ഫാക്ടോറിയൽ കണ്ടെത്താനുള്ള. ഇവിടെ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഫാക്ട് ഈക്വൽ ഫാക്ട് ഇൻറ്റു ഐ. ഇങ്ങനെ ഇതിൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ സത്യം പറഞ്ഞാൽ എടുക്കുന്നത്. സം അല്ല, അതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മാത്രമേ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിലുള്ളൂ. നമ്മൾ ഈ പ്രോഗ്രാം നാച്ചുറൽ നമ്പേഴ്സിന് വേണ്ടി എഴുതിയ സെയിം പ്രോഗ്രാം തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മാത്രമേ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. ഇവിടെ സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്നാണ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു ഐ. അപ്പോൾ ഈ ഒരു സിമ്പിളിലുള്ള വ്യത്യാസം മാത്രമാണ് ഇതിലുള്ളത്. കാരണം ഇതിൽ ആ നമ്പേഴ്സിന് 5 എന്ന് കൊടുത്താൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇൻറ്റു ഐ എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്മിൻ്റെ പ്രോഗ്രാം എഴുതിയത് നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്തത് സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തത് 0 എന്നാണ്. പക്ഷേ ഇവിടെ ഫാക്ടോറിയൽ ആയതുകൊണ്ട് ഫാക്റ്റിൻ്റെ ആ ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യേണ്ടത് 1 എന്നാണ്. അവർ 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പ്രോഡക്റ്റ് 0 ആയിപ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആൻസർ എപ്പോഴും 0 ആയിട്ട് വന്നു. അതുകൊണ്ട് ഫാക്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1 ആണ്. കാരണം ഫാക്ടോറിയൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണം 1 ആണ്. 1ൻ്റെ ഫാക്ടോറിയൽ എത്രയാണ്? 1 ആണ്. 1ൻ്റെ ഫാക്ടോറിയൽ തന്നെ 1 ആയതുകൊണ്ട് നമുക്ക് ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഇനിഷ്യൽ വാല്യൂ 1ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇപ്പം 5 എന്ന വാല്യൂ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള എക്സിക്യൂഷൻ നമുക്ക് നോക്കാം. ആദ്യം ഐ എന്ന് പറയുന്ന ആ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അതിൻ്റെ വാല്യൂ 1 ആയിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇവിടെ എന്നിൻ്റെ വാല്യൂ 5 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കുന്നു. നേരെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഫാക്ട് എന്ന് പറയുന്നതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ഐയുടെ വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ 1 ഇൻറ്റു 1 എന്ന് പറയുമ്പം 1 തന്നെയായിരിക്കും ആൻസർ. അത് ഈ ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് 2 ആക്കുന്നു. എന്നിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയി വരുന്നു. ഉടനെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഫാക്ട് എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു, ഐയുടെ വാല്യൂ 2 ആയിരുന്നു. അപ്പോൾ 1 ഇൻറ്റു 2 എടുക്കുമ്പോഴേക്കും ആൻസർ 2 എന്ന് കിട്ടുന്നു. ആ 2 ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഈ മൂന്നാമത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആവുന്നു. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആവുന്നു. ഇവിടെ ഇപ്പം ഫാക്ട് എന്നുള്ളത് നേരത്തെ ചെയ്ത് വെച്ചത് 2 ആണ്. അതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടുന്നു. അതിന് ഈ ഫാക്ട് എന്ന് പറയുന്ന ഈ വേരിയബിളിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. എപ്പോഴാണോ ഇതിൻ്റെ വാല്യൂ 5 എന്നുള്ളത് ഇൻക്രിമെൻറ്റ് ചെയ്ത് 6 ആവുന്നു, അവിടെ വെച്ച് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. അപ്പം അവിടെ വെച്ച് അത് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അതുവരെയുള്ള ഫാക്ട് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണോ അതുകൊണ്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോഴാണ് 120 എന്ന സംഭവം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. ഫാക്ടോറിയൽ കണ്ടെത്താനുള്ള പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോഗ്രാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ പ്രോഗ്രാം വളരെ സിമ്പിളാണ്. ഈ ഒരു പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേ പ്രോഗ്രാം തന്നെ നമുക്ക് ഈ പ്രോഗ്രാം എഴുതാനും യൂസ് ചെയ്യാം. ആകെ ഒരു ചേഞ്ച് വരുത്തേണ്ടത് ഇവിടെ ഫാക്ട് എന്നുള്ളത് 1 ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഈ സ്റ്റാർ അതായത് പ്രോഡക്റ്റ് എടുക്കാനുള്ള മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സിമ്പിളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ പ്ലസ് സിമ്പിൾ ആയിരുന്നെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് ആ ഒരു സിമ്പിൾ ആ ഒരു മാറ്റം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ. അപ്പോൾ ഈ വേർഡൊക്കെ മാറ്റേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഈ ഫാക്ടോറിയൽ എന്നൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ആ ചേഞ്ചസ് നിങ്ങൾ വരുത്തണം. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാം തന്നെയാണ്. എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഫാക്ടോറിയൽ കണ്ടെത്താനുള്ള പ്രോഗ്രാമൊക്കെ. അപ്പം ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് ഇനിയും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോ നമുക്ക് നോക്കാം. താങ്ക് യു.